വിനാശകാലെ വിപരീത ബുദ്ധി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ബംഗാളിലെ CPM ഭരണത്തിന്റെ അവസാന കാലത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. CPM-ന്റെ ബംഗാളിലെ ഭരണത്തിന്റെ അവസാന കാലത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എത്ര ക്രൂരമായാണ് പെരുമാറിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മമതാ ബാനർജിയോട് CPM പ്രവർത്തകർ എത്ര നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതേ രീതിയിലാണ് കേരളത്തിലെ CPM മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലായി. 34 കൊല്ലം തുടർച്ചയായി ഭരിച്ച ഒരു സ്ഥലത്ത് പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്നൊരു അവസ്ഥയായി. കേരളത്തിലും അതേ രീതിയിൽ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയാണ്. വിമർശനങ്ങളോട് ഒരു സഹിഷ്ണുതയും ഇല്ലാതെ, യാതൊരു വിധമായ പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ CPM മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ജനാധിപത്യത്തിൽ ഇത്രയും നാൾ നിലവിലിരുന്ന ഒട്ടേറെ കീഴ്വഴക്കങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ്. നമ്മുടെ ജനാധിപത്യത്തിന്, കേരള സംസ്ഥാനത്തെ ജനാധിപത്യത്തിന് എന്തൊക്കെ പറഞ്ഞാലും കുറേയേറെ നല്ല മൂല്യങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയമായി പൊരുതുമ്പോൾ പോലും പ്രതിപക്ഷ നേതാക്കളെ അന്യായമായി തടങ്കലിടാതെയും ഒക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലമായി ഈ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. നാം കണ്ടു ഉമ്മൻചാണ്ടിയോട് എത്ര നിഷ്ഠൂരമായാണ്, നികൃഷ്ടമായാണ് പെരുമാറിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര നികൃഷ്ടമായ കേസെടുക്കാനാണ് ഈ സർക്കാർ തയ്യാറായത്. അത്തരമൊക്കെയുള്ള പാതയിലൂടെ വിനാശകാലം വിപരീത ബുദ്ധി എന്ന അവസ്ഥയിൽ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത് അവസാനത്തിന്റെ ആരംഭമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. You are watching Reporter Evening Show.